എൻ്റെ ഒരു അഖിൽ. ഞാനിവിടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ വിസാറ്റിൽ ജോയിൻ ചെയ്തിട്ട് 6 വർഷമായി. 5 വർഷമായി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 6 വർഷത്തെ എൻ്റെ വിസാറ്റിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒത്തിരി പ്രൊഫഷണലി പേഴ്സണലി ഒത്തിരി നല്ല കാര്യങ്ങൾ ഞാൻ വിസാറ്റിൽ നിന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതൊരു കോളേജ് എടുത്താലും ഒരു കോളേജ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് പില്ലർ എന്ന് പറയുന്ന സ്റ്റുഡൻസാണ്. അപ്പോൾ എനിക്ക് വിസാറ്റിൽ തോന്നിയ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിസാറ്റിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ബേസിക് ആയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സ്റ്റുഡൻസ് ഓറിയൻറ്റഡാണ്. നമ്മൾ എന്ത് വിസാറ്റ് ചെയ്താലും സ്റ്റാഫിന് ചെയ്താലും കോളേജിൽ ചെയ്താലും എന്ത് ചെയ്താലും അത് ബേസിക്കലി നമ്മൾ ഫൈനലി അതിൻ്റെ ഒരു ഉപഭോക്താവ് എന്ന് പറയുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അത് മാത്രമല്ല എനിക്ക് വിസാരിൽ തോന്നിയിരിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ നേരത്തെ വർക്ക് ചെയ്ത കോളേജായിട്ട് ഡിഫറൻ്റ് ആയിട്ട് ചിന്തിച്ച് കഴിയുമ്പോൾ പഴയ കാലത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു കാലത്തിൽ സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് എന്ന് പറയുന്നത് കൂടുതലും സപ്പോർട്ട് സിസ്റ്റത്തിലൂടെയാണ്. നമ്മൾ പഴയതുപോലെ പഠിപ്പിക്കുക എന്നുള്ളത് ഉപരിയായി സ്റ്റുഡൻസിനെ കുറച്ചും കൂടി അവരെ അക്കാഡമിക്കലി അവർക്ക് സപ്പോർട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്. ആ ഒരു സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് വിസാറ്റിൻ്റെ വലിയൊരു കീ ഫാക്ടറാണ്. ഇപ്പോൾ ഏതൊരു സ്റ്റുഡൻറ്റിനായാലും ഒരു ടീച്ചറിനെ അപ്രോച്ച് ചെയ്യുക, ഇപ്പോൾ ഞാനായാലും എൻ്റെ സ്റ്റുഡൻസ് ആയാലും എന്നെ ഒന്ന് അപ്രോച്ച് ചെയ്യാമെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ള അവർക്ക് യാതൊരു പ്രൊവിഷനും ഇല്ല. അപ്പോൾ പണ്ടത്തെ ഞാനൊക്കെ പഠിച്ച സമയത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ സ്റ്റാഫ് സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊരു ഇമ്പോർട്ടൻ്റ്. അത് ശരിക്കും വിസാറ്റിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത് ശരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സ്റ്റുഡൻസിന് നമുക്ക് ഒരു അക്കാഡമിക് ആയാലും പ്രൊഫഷണലി ആയാലും അല്ലെങ്കിൽ മെൻ്റലി ആയാലും അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് അവർ നല്ലൊരു ഹ്യൂമൻ ബീങ്, ഒരു നല്ലൊരു എഞ്ചിനീയർ എന്ന് കൂടാതെ ഇപ്പോൾ ഇവരെ 4 വർഷം പഠിച്ച് കഴിയുമ്പോൾ അവരൊരു നല്ലൊരു എഞ്ചിനീയർ ആയിട്ട് പുറത്തിറങ്ങി അതിൻ്റെ കൂടെ നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് കൂടി മാറണമെങ്കിൽ ആ ഒരു സപ്പോർട്ട് ഒരുപാട് സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് വേണം. ആ ഒരു സ്റ്റുഡന്റ് സ്റ്റാഫ് റിലേഷൻഷിപ്പ് വിസാറ്റിൽ നിന്ന് എടുത്ത് പറയേണ്ട ഒരു കീ ഫാക്ടറാണ്. ആസ് ആൻ HOD ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഇവിടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ള കാര്യം, നമ്മളിപ്പോൾ ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് എനിക്ക് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനെയും നല്ലൊരു ഇലക്ട്രിക്കൽ തന്നെ കോർ കമ്പനിയിലേക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ പ്ലേസ്ഡ് ആക്കാന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂണിസസ് എഞ്ചിനീയറിംഗിന്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കമ്പനിയുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ ഹെവി പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കമ്പനിയുണ്ട്. അതുകൂടാതെ മേജർ ആയിട്ടുള്ള പല ഡിഫറൻറ്റ് സെക്ടറിലുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കമ്പനീസ് ആയിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് MOU സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ എൻ്റെ ഒരു ബേസിക് എയിം, അതിൻ്റെ ഒരു ഫൈനൽ എയിം എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ നമ്മുടെ ബേസിക് കോർ കമ്പനീസ് തന്നെ പ്ലേസ്ഡ് ആക്കാന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ MOU സൈൻ ചെയ്യുന്ന കമ്പനീസായിട്ടൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് അവരായിട്ട് ഇന്ററാക്ഷൻ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഏത് കമ്പനിയെ പ്ലേസ്ഡ് ആക്കണമെങ്കിൽ അവർക്ക് ഇപ്പോൾ വേണ്ടത് അഡീഷണൽ എന്ത് സ്കിൽസ് അവർക്ക്, അതായത് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള എന്തൊക്കെ സ്കിൽസ് അവർക്ക് അറിയാം. അപ്പോൾ നമ്മൾ MOU സൈൻ ചെയ്യുന്ന കമ്പനീസായിട്ട് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഇന്ററാക്ഷൻസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ലേറ്റസ്റ്റ് ആയിട്ട് വേണ്ട സ്കിൽസ് ഏതൊക്കെയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ആ സ്കിൽസ് തന്നെ നമ്മൾ അഡീഷണലി ഓരോ വർഷവും ഏത് സ്കിൽസ് ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ആ സ്കിൽസിലുള്ള ആഡ് ഓൺ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്ത് പഠിച്ചിറങ്ങുന്ന സമയത്ത് നമ്മുടെ MOU സൈൻ ചെയ്ത കമ്പനി അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്കുള്ള പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ജോബ് നമ്മൾ കൺഫേം ആക്കും. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ വരുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ള ഒരു മെയിൻ കാര്യം. സോ ഐ ആം വെരി പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് വിസാറ്റ് ഫാമിലി. താങ്ക് യു.